സങ്കീർത്തനങ്ങൾ 4. ദൈവത്തിൽ ആനന്ദവും സുരക്ഷിതത്വവും. എനിക്ക് നീതി നടത്തിത്തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി കാരുണ്യപൂർവ്വം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. മാനവരെ, എന്നെക്കാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും. എത്ര നാൾ നിങ്ങൾ പൊള്ളവാക്കുകളിൽ രസിച്ച് വ്യാജം അന്വേഷിക്കും? കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേൾക്കുന്നു. കോപിച്ചു കൊള്ളുക, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങൾ കിടക്കയിൽ വച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക. ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ. ആര് നമുക്ക് നന്മ ചെയ്യും? കർത്താവേ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിക്കണമേ എന്ന് പലരും പറയാറുണ്ട്. ധ്യാനത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. എന്തെന്നാൽ കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. കർത്താവായ ദൈവമേ, അങ്ങയുടെ സുരക്ഷിതത്വത്തിൻ്റെ കീഴിൽ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, എപ്പോഴും അങ്ങയുടെ സ്നേഹത്തിൻ്റെ തണലിൽ ആയിരിക്കുവാൻ, പ്രശാന്തമായി ജീവിക്കുവാനുള്ള കൃപയേകി എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെന്നാൽ ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോഴെല്ലാം അങ്ങ് ഉത്തരമരുളിയല്ലോ. ഞാൻ ഞെരുക്കത്തിലൂടെ കടന്നുപോയപ്പോൾ അങ്ങ് എനിക്ക് അഭയസ്ഥാനമായി. കാരുണ്യപൂർവ്വം അങ്ങൻ്റെ പ്രാർത്ഥനകൾ കേട്ടു. എൻ്റെ ചുറ്റുപാടുമുള്ള വ്യക്തികളിൽ നിന്നും പൊള്ളവാക്കുകളും വ്യാജങ്ങളും കടന്നു വന്നപ്പോൾ അങ്ങ് എനിക്ക് താങ്ങും തണലുമായി. അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ജീവിതം തുടരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.